ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഡേ 16 ഓഫ് റിവിഷൻ സീരീസ് ആണ്. സോ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി പോകുന്നത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3യിൽ ഉള്ള ടോപ്പിക്സ് പറയാനാണെങ്കിൽ ഒന്ന് അതായത് സോളിഡ്സ് തൊട്ടിട്ട് വേവ്സ് ആൻഡ് ഓസിലേഷൻ വരെയുള്ള ടോപ്പിക്സാണ് ഫിസിക്സിലുള്ളത്. കെമിസ്ട്രിയിലാണെങ്കിൽ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, മാത്സിലാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ. സോ ഇത്രയും ടോപ്പിക്സാണ് ഈ യൂണിറ്റിൽ മോക്ക് എക്സാമിനുള്ളത്. മോക്ക് എക്സാം ഈ ആഴ്ച തൊട്ട് ഓഫ്ലൈനാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ശനിയാഴ്ച 21-ാം തീയതി, പിന്നെ വരുന്നത് 23-ാം തീയതി തിങ്കളാഴ്ച. സോ ഈ 2 ദിവസങ്ങളിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്ന് യൂണിറ്റ് 3ൻ്റെ ഡേ 2 ആണ്. നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്ന ഡേ 2 ആണ്. സോ നമുക്ക് ഇന്നുണ്ടായിരുന്ന ടോപ്പിക്സ് ഓസിലേഷൻ, വേവ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ, പിന്നെ അതിൻ്റെ PYQ 24, 25, പിന്നെ നോമൻക്ലേച്ചർ റിവൈസ് ചെയ്യുക. ഇത്രയും ടാർഗറ്റ്സ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ടോട്ടലി ഒരു എക്സാമിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഇത് 3 റിവിഷൻ ഡേ ആണ്. സോ ഇങ്ങനെ 3 ദിവസം കിട്ടും. പിന്നെ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് ഒരു ദിവസം, ടോട്ടലി 4 ദിവസമാണ് ഫസ്റ്റ് മോക്ക് എക്സാമിൻ്റെ മുമ്പ് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ദിവസം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, പിന്നെ എക്സാം കഴിഞ്ഞിട്ടുള്ള ടൈമും. സോ ഇതാണ് റിവിഷൻ സീരീസിൽ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ. സോ ഇന്ന് ഇത്രയും ടോപ്പിക്സ് പോയി. അതായത് ഓസിലേഷൻ, വേവ്സും സോളിഡ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോളിഡ്സ് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഞാൻ റെഫർ ചെയ്ത ക്ലാസ്സസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഓസിലേഷൻ ആണെങ്കിൽ ഇതിൽ സൈലം നീറ്റ് എന്ന് പറഞ്ഞ ചാനലിലെ GIBയുടെ 1 ഷോട്ട് സീരീസാണ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. സിമിലർലി ഇതേപോലെ തന്നെ വേവ്സിൻ്റെയും ക്ലാസ്സും ഇതേപോലെ തന്നെയാണ് എടുത്തത്. പിന്നെ മാത്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ മാത്സിൻ്റെ കേസിൽ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. സോ ഇവരെ ക്ലാസ്സാണ് റെഫർ ചെയ്തത്. ഇവരെ 24ലെ PYQ മെറ്റീരിയലിൽ നോക്കിയിട്ട് സോൾവ് ചെയ്തു. ഡൗട്ട്സ് വരുന്നത് ഇങ്ങനെ നോക്കിയിട്ട് 24ഉം 25ഉം കംപ്ലീറ്റ് ചെയ്തു. സോ അങ്ങനെയായിരുന്നു മാത്സിൻ്റെ കംപ്ലീറ്റ് ചെയ്തത്. നോമൻക്ലേച്ചർ സെൽഫായിട്ടാണ് റിവൈസ് ചെയ്തത്. പിന്നെ വേവ്സ് ഓസിലേഷനും ജസ്റ്റ് ഈ ക്ലാസ് കണ്ടിട്ട് പിന്നെ 24ലും 25ലും PYQ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതാണ് ഇന്നത്തെ സ്റ്റഡി അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. ഇതിൽ ചാപ്റ്റേഴ്സിൻ്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് കമ്പയറിങ് ടു കോണിക് സെക്ഷൻ 24ൽ വെയിറ്റേജ് കുറവായിരുന്നു. അറൗണ്ട് എന്താ പറയുക, ഓൾമോസ്റ്റ് 13 ക്വസ്റ്റ്യൻസ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഏതെന്ന് സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന്. പക്ഷേ 25ലേക്ക് വരുമ്പോൾ 20ൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ഉണ്ട്. സോ ഒരു 3 to 4 എക്സ്പെക്റ്റ് ചെയ്യാം സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന്. പിന്നെ സോളിഡ്സ് നോക്കിയിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. വേവ്സ് ഓസിലേഷനും ഒരു ഓസിലേഷനേക്കാളും കുറച്ചുകൂടി വെയിറ്റേജ് വേവ്സിനാണ് ഉള്ളത് 25ലൊക്കെ. സോ ഒരു 1 to 2 ക്വസ്റ്റ്യന് എക്സ്പെക്റ്റ് ചെയ്യാം 2 ചാപ്റ്ററിലും. സോ ഇങ്ങനെയാണ് ഒരു വെയിറ്റേജ് പറയാൻ. നോമൻക്ലേച്ചറിൽ പിന്നെ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് പിന്നെ കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. പിന്നെ അതിൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ടോപ്പിക്ക് വരുന്നുണ്ട്, ഐസോമെറിസം. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, 1 to 2 ക്വസ്റ്റ്യനൊക്കെ, ഒരു ക്വസ്റ്റ്യനൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ GOCയിൽ. സോ പക്ഷെ അത് പഠിച്ചാലാണ് വേറെയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ, അടുത്ത ഓർഗാനിക് ചാപ്റ്റേഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇതായിരുന്നു ഇന്നത്തെ സ്റ്റഡി അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. സോ സ്കിപ്പ് ചെയ്യേണ്ട. സ്ട്രെയിറ്റ് ലൈൻസ് എന്താ പറയുക, കുറച്ച് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈൻസിൻ്റെ സ്ലോപ്പൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്ന് ചോദിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. 24ഉം 25ഉം കണ്ട ബാക്കിലോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ ചെയ്ത് നോക്കിയിട്ടില്ല ബാക്കിലേക്ക്. അതെന്തായാലും ഈ ഒരു ഗ്യാപ്പിൻ്റെ ഡേ, അതായത് ഈ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ സ്റ്റഡി അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.